ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്കുള്ള എന്താ പറയുക യാത്രയപ്പവും പെട്ടികെട്ടലും പിന്നെ ഞാനൊരു അടിപൊളി ഒരു അറബിക് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ മധൂദ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി കാണാം. ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കാനുണ്ട്, ഒരു അറബിക് മസാല. അപ്പോൾ ഇത് ഈ റൈസിന് എന്നല്ല, നമുക്ക് അറബിക് റൈസ് ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും ഇത് നല്ലതായിരിക്കും. നിങ്ങൾക്കിതിങ്ങനെ പൊടിച്ചുണ്ടാക്കി വീട്ടിൽ ഒരു കുപ്പിൻ്റെ ഒരു ജാറിലെല്ലാം സൂക്ഷിച്ച് വെക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ അതും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഫെന്നൽ സീഡ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പു, അതുപോലെ ഒരു 4-5 ഏലക്കായ്. ഇതെല്ലാം എന്താ പറയുക ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പാനിലിട്ടിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക, അധികം കരിഞ്ഞു പോകരുത്. ഇതൊന്ന് കുറച്ച് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 4-5 വറ്റൽ മുളക് അതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്നുകിൽ അടുപ്പത്ത് നിന്ന് അതൊന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ 2-3 മിനിറ്റ് കൂടി ഒന്ന് എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കണം. ഓഫാക്കിയാൽ ആ ഒരു ചൂട് കുറച്ച് നേരം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടെല്ലാം നല്ലോണം പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇനിയിപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഇപ്പം നിങ്ങൾക്ക് ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കുക. അപ്പം ഞാൻ എല്ലാത്തിനും ഈ ഒരു ബസ്മതി റൈസ് തന്നെ നോർമൽ എന്താ പറയുക ഇതന്നെ യൂസ് ചെയ്യുന്ന, നമ്മൾ ഫ്രൈഡ് റൈസിനെല്ലാം ഉണ്ടാക്കുന്ന. അപ്പോൾ അതന്നെ ഞാൻ ഇങ്ങനത്തെ റൈസിനെല്ലാം എടുക്കുന്നത്, അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങിക്കലൊന്നുമില്ല. അപ്പോൾ അതൊന്ന് 3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് കഴുകി ഒന്ന് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഒന്ന് വെള്ളം എന്താ പറയുക ഊറ്റി കളഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറുണ്ടാക്കുന്ന ചെമ്പിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ ഒരു 2-3 ഏലക്കായും, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം 3 മീഡിയം സൈസ് ഉള്ളി നേരിയതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും കുറച്ച് വലിയ ചെമ്പ് എടുക്കാൻ നോക്കുക. നമ്മൾ ചോറും മസാലയും എല്ലാം കൂടി ഈ ഒറ്റൊരു ചെമ്പിൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിയൊരു ചെമ്പ് എടുക്കണം. ഇനി ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞാൽ കുറച്ചൊന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, അതേപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ടും ഓരോ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഞാനൊരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നല്ലോണം ഒന്ന് അരച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ തക്കാളിയും കൂടി ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയെല്ലാം ഒന്ന് നല്ലോണം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം ഒന്ന് വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അറബിക് മസാല ഉണ്ടല്ലോ അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ നിറയെ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ചിക്കനെല്ലാം ചെറിയ എന്താ പറയുക കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയൊരു ഫുൾ ചിക്കൻ 2 പീസോ അല്ലെങ്കിൽ 4 വലിയ പീസ് അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക.
നമ്മളിപ്പോൾ പുറത്തെല്ലാം പോയി കഴിക്കുമ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലെല്ലാം വലിയ പീസെല്ലാം ഉണ്ടാവാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പം ഞാനിത് കുറച്ച് ചെറിയ പീസാക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മാഗി ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അതിതാ ഇങ്ങനത്തെ 2 എണ്ണം, അതും ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ കുറച്ച് നേരം എന്താ പറയുക, ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിതാ ഇതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്യാപ്സിക്കം, ക്യാപ്സിക്കം ഞാൻ 3 കളറും കൂടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ള. അപ്പോൾ 3 കളറൊന്നും ഇല്ലെങ്കിൽ ഒറ്റ ഒന്ന് തന്നെ ആയാലും മതി. ഇതിപ്പോൾ 3ഉം കൂടി ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു അളവുണ്ടാവും, അതും കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടിടുക. ചിക്കൻ സ്റ്റോക്കെല്ലാം ഇട്ടപ്പോൾ ഉപ്പ് കുറച്ചുണ്ടാവും, എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് അതും ഇട്ട് ഇനി ഇതിലേക്ക് 2 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 ഇട്ടിട്ടുള്ള, വലുതാണെങ്കിൽ 1 മതിയാവും. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ ഇത് ഫുള്ളായിട്ട് വേവുന്നില്ല. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഇതിൽ തന്നെ അരിയും വെള്ളവും എല്ലാം ഇടുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി ചിക്കന് വെന്തോളും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേവിച്ചാൽ മതി, പിന്നെ കൂടുതൽ വെന്തുടഞ്ഞു പോകും. ഇപ്പോൾ ഒരു പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്. നമ്മളിപ്പോൾ ഇനി ഇതിൻ്റെ എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ടുള്ള വെള്ളം എടുത്താൽ മതിയാവും. അപ്പം ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1ന് 1.5 വെച്ചിട്ട് 4.5 കപ്പ് വെള്ളം വേണം. അപ്പം ഞാൻ 4.5 കപ്പ് ഫുള്ളായിട്ട് വെള്ളം എടുക്കുന്നില്ല, ഒരു 4 കപ്പിൻ്റെ അടുത്ത് 4 കപ്പ് വെള്ളം എടുക്കുന്നുള്ളൂ. 1/2 കപ്പ് വെള്ളം എന്തായാലും ഇതിലുണ്ടാവുമല്ലോ. ഇനി നമ്മളിതാ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് എന്താ പറയുക, ഒന്ന് ഇളക്കിയെല്ലാം ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ആ സമയം നമ്മൾ 4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം അരി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇളക്കുമ്പോൾ ചിക്കനൊന്നും പൊടിയാണ്ട് മെല്ലെ ഒന്ന് സോഫ്റ്റായിട്ട് ഇളക്കുക. ഞാനിപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ 4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്, അങ്ങനെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ചോറ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലോണം വറ്റി. ഇനി കുറച്ചൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് വീണ്ടും ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കൂടി വെക്കണം. ചെറിയ തീയിൽ വെക്കുക. ഒരു ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നല്ലോണം അതിൽ കിടന്നിട്ടൊന്ന് ബാക്കി കൂടി ഒന്ന് വേവാനുണ്ട്. ഞാനൊരു ഫോയിൽ കൊണ്ടെല്ലാം കവർ ചെയ്തിട്ട് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം.
അപ്പോഴേക്കും ഇതാ ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. സലാട്ട ഹറ, ഒരു തക്കാളി ചട്നി. അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുമ്പ് എന്താ പറയുക ഇങ്ങനത്തെ മന്തിയിലും കബ്സിൻ്റെ എല്ലാം കൂടെ ചെയ്തിട്ടുണ്ടായിനേനും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് വരെ ഒന്ന് അത് കിടന്ന് ദമ്മായി ഗ്യാസെല്ലാം ഓഫ് ചെയ്ത് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ഇനി കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ചൂട് പോകുമ്പോൾ ഇങ്ങനെ വിട്ട് വിട്ട് വരും. അപ്പോൾ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി മദ്ഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് ചൂടോടെ ഒന്ന് വിളമ്പട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയ ചട്നി വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എന്താ പറയുക സൈഡ് ഡിഷ് എടുക്കാം. പിന്നെ കുറച്ച് തൈരും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മദൂത്ത് ഇവിടെ കഴിഞ്ഞു. ഇനി ഉള്ളത് പാക്കിങ്ങും കുറച്ച് ഷോപ്പിങ്ങിലാണ്. നാളെയാണ് മരുവോള്, ഞാൻ പറഞ്ഞല്ലോ മരുവോള് 1 മാസം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ നാളെ നാട്ടിൽ പോവാം. അപ്പോൾ കുറേയെല്ലാം ഷോപ്പിംഗ് എന്തെല്ലോ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതും കൂടിയെല്ലാം ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക പാക്കിംഗ് എല്ലാം ഇനിയുള്ളത്. അപ്പോൾ ഇതാ കുറേ ബുർക്കയും ഡ്രസ്സും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിനേനും. അപ്പോൾ അത് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതിങ്ങനെ ഹോള് പെട്ടിയിലേക്ക് എടുത്ത് വെക്കുന്ന. അപ്പം ഞാൻ പിന്നെ കുറച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം നാളെ രാവിലെ പോവാണ്. അപ്പോൾ 1 മാസം നല്ല രസമായിരുന്നു. പിന്നെ വെയിറ്റെല്ലാം എന്തായാലും പോകുമ്പം കൂടുമല്ലോ. അപ്പോൾ നമ്മളിത് വെയിറ്റെല്ലാം എടുത്ത് നോക്കി കൂടുതലുള്ളത് ഒരു എക്സ്ട്രാ ബാഗിലാക്കിയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ടായിന്. അവിടെ ആരെങ്കിലും പോകുമ്പോൾ ലഗേജ് കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഭാഗ്യത്തിന് കിട്ടുകയാണെങ്കിൽ കൊടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഫുൾ പാക്കിംഗ് ആയിരുന്നു രാത്രി. ഓൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷീനിൽ ഒക്കെയുള്ള ഡ്രസ്സ്. അപ്പോൾ അത് തലേന്ന് രാവിലെ ആയിട്ട് എത്തിയത്. അപ്പോൾ അതെല്ലാം ഒന്ന് തുറന്ന് നോക്കിയെല്ലാം ഇട്ട് നോക്കി. നമ്മളെ പാക്കിംഗ് എല്ലാം കണ്ടിട്ട് കോക്കോ ഇതാ വന്നിട്ടെല്ലാം നോക്കുന്ന ഇടയ്ക്ക്. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. രാത്രി ലേറ്റായിരുന്നു. പിറ്റേന്ന് ഇതാ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ നേരെ എല്ലാവരും കൂടി ഇതാ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ട്രാഫിക്കെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിന്. ശരിക്കും ഒരു മാസം ഫുള്ള് ഓളോട് ഉണ്ടായിട്ടില്ല. ഓളെ കസിൻ്റെ അടുത്തും അങ്ങനെയെല്ലാം ഇട്ടാണ് നിന്നത്. പക്ഷെ ലാസ്റ്റ് ടൈം കുറച്ച് ദിവസം ഒരു 1 വീക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എന്താ പറയുക ദിവസം ആരെങ്കിലും ഉണ്ടായി. പിന്നെ പെട്ടെന്ന് അവർ പോകുമ്പോൾ നമുക്കൊരു ഉറങ്ങിയ പോലെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പെട്ടിയെല്ലാം ഇതാ
ലഗേജെല്ലാം എടുത്ത് ഡിക്കിയിൽ വെച്ച് അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതെല്ലാം കാണുന്നതെല്ലാം രാവിലത്തെ ട്രാഫിക്കാണ്. എന്നാലും സമയത്തിന് തന്നെ നമ്മളവിടെ എത്തി. കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് തന്നെ നേരത്തെ തന്നെ എത്തുകയും ചെയ്തിന്. അധികം അങ്ങനെ ലേറ്റ് ആയിട്ടില്ല. അങ്ങനെ എയർപോർട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോസെല്ലാം പിന്നെ എന്നോട് എടുക്കാൻ അങ്ങ് മറന്നുപോയി. പിന്നെ വെയിറ്റ് കൂടി, അതെങ്ങനെയെങ്കിലും അങ്ങ് എത്തിക്കുക എന്നുള്ളൊരു ടെൻഷനിലായതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും അവിടെ നിന്ന് കുറേ എടുത്തിട്ടില്ല, യാത്ര ചോദിക്കുന്നതും അതൊന്നും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അങ്ങനെ ഉള്ള യാത്രയൊക്കെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.